എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഒരു പുതിയ സാമ്പത്തിക വർഷമൊക്കെ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ആനുവൽ ബിസിനസ് പ്ലാനിനെ പറ്റി. കാരണം ഒരു പുതിയ വർഷത്തെ ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ സമീപിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ അടുത്ത വർഷം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ നടത്തിയെടുത്തിട്ടായിരിക്കണം നമ്മൾ അടുത്ത വർഷത്തെ ശരിക്കും ഒരു സക്സസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട്. ഇതിനൊക്കെ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ആനുവൽ ബിസിനസ് പ്ലാൻ. അപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ആനുവൽ ബിസിനസ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമ്മളതിൽ കൺസിഡർ ചെയ്യേണ്ടത്, അതിൽ ഉൾക്കൊള്ളിക്കേണ്ടത്, ഈ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു സ്ട്രാറ്റജിക് ഡോക്യുമെൻ്റാണ്. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ളത്, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ അതെങ്ങനെയായിരിക്കും അച്ചീവ് ചെയ്യാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ അടുത്ത ഒരു വർഷത്തെ തന്നെ നമ്മൾ 4 ക്വാർട്ടറുകളായിട്ട് കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ Q1 അല്ലേ, അത് കഴിഞ്ഞ് അങ്ങനെ ഓരോ 3 മാസങ്ങൾ കൂടുന്ന ഓരോ ക്വാർട്ടേഴ്സായിട്ട് തരംതിരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മന്ത്ലി ബേസിലോ ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഗോൾസ് സെറ്റ് ചെയ്യാം. പക്ഷേ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്താണ് ഈ ആനുവൽ ബിസിനസ് പ്ലാൻ്റെ ആവശ്യകത, എന്തിനു വേണ്ടി നമ്മളത് തയ്യാറാക്കുന്നു. കാരണം ഒരു സ്ഥാപനം റൺ ചെയ്യുന്ന ആളുകൾക്കും അതിലെ ടീം മെമ്പേഴ്സിനും എല്ലാം ഒരേ ക്ലാരിറ്റി, ഒരേ ലക്ഷ്യം, അല്ലെങ്കിൽ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്, ഇതിനെപ്പറ്റിയൊക്കെ ഒരു വ്യക്തത ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ആനുവൽ ബിസിനസ് പ്ലാൻ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഒരു WWW അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞു പോയ വർഷം, ഈ 2022-23 വർഷത്തിൻ്റെ വാട്ട് വെൻ വെൽ, വാട്ട് വെൻ റോങ്, വാട്ട് കുഡ് ബി ഇംപ്രൂവ്ഡ്, ഈ 3 കാര്യങ്ങളും നമ്മൾ ആദ്യം ഒന്ന് ലിസ്റ്റ് ചെയ്യണം. എന്തൊക്കെ നല്ലത് സംഭവിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ നല്ലത് സംഭവിച്ചു, അതെങ്ങനെ തുടരാമെന്നുള്ളത് നമുക്ക് നോക്കണം. എന്തൊക്കെ കാര്യങ്ങൾ പോരായ്മകൾ വന്നു, മിസ്റ്റേക്കുകൾ സംഭവിച്ചു, അതില്ലാതെ അടുത്ത വർഷത്തെ എങ്ങനെ സമീപിക്കാമെന്ന് നമുക്കൊരു പ്ലാൻ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ചില കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടാവും, പക്ഷേ ഉദ്ദേശിച്ച പൂർണ്ണ തോതിലെത്തിയിട്ടുണ്ടാവില്ല, അതെങ്ങനെ ഡെവലപ്പ് ചെയ്തു പോകും, അതാണ് വാട്ട് കുഡ് ബി ഇംപ്രൂവ്ഡ്. ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്തിട്ടാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നതെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഗുണങ്ങളാണ് നമുക്കത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിങ്ങനെ ഒരു ആനുവൽ ബിസിനസ് പ്ലാൻ ചെയ്താലുണ്ടാവുന്ന നേട്ടങ്ങൾ, ഗുണങ്ങൾ? ഒന്നാമത്തെ കാര്യം, എസ്റ്റാബ്ലിഷ് ഡയറക്ഷൻ ആൻഡ് ഫോക്കസ്. നമ്മളുടെ ടീമിലുള്ള എല്ലാ ആളുകൾക്കും ഒരേ ഡയറക്ഷൻ, ഒരേ ദിശാബോധം, ഒരേ ഫോക്കസും കൊണ്ടുവരാനായിട്ട് സാധിക്കും. കാരണം ഇന്ന കാര്യങ്ങളാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് സെറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഹെൽപ്സ് ടു അലോക്കേറ്റ് റിസോഴ്സസ്. എന്തൊക്കെ റിസോഴ്സസ് അല്ലെങ്കിൽ എന്തൊക്കെ വിഭവങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടത്, അത് കറക്റ്റായിട്ട് കണ്ടെത്താനും അത് കറക്റ്റായിട്ട് അനുസൃതമായി ഉപയോഗിക്കാനും നമ്മളെ സഹായിക്കുമെന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, പ്രൊവൈഡ് എ ബേസിസ് ഫോർ മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ. നമുക്കിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്താലുള്ള ഏറ്റവും വലിയ നേട്ടം എത്രത്തോളം അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചു, എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ, നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് എന്തായിരുന്നു, അതിൽ എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് എന്ന് പറയുമ്പോൾ സെയിൽസ് മാത്രമല്ല, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കാര്യങ്ങളും നമുക്ക് മോണിറ്റർ ചെയ്ത് പോകാനുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക് ചെയ്യാൻ പറ്റിയൊരു ടൂളായിട്ട് നമുക്ക് ABPനെ യൂസ് ചെയ്യാം. നാലാമത്തെ കാര്യം, ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൊളാബറേഷൻ. കാരണം നമ്മുടെ ടീമിലുള്ള ഓരോരുത്തരോടും എന്ത് ഡിസ്കഷനോ മീറ്റിങ്ങോ എന്ത് കാര്യം നടക്കുമ്പോഴും ഇന്ന ലക്ഷ്യങ്ങളാണ് നമുക്കുള്ളത്, ഇത് വെച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ സംവിധാനങ്ങൾ ഇതിന് വേണമോ അതെല്ലാം കൊളാബറേറ്റ് ചെയ്ത് കണ്ടെത്തി ആ റിസോഴ്സുകളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അഞ്ചാമത്തെ ഏറ്റവും മെയിൻ കാര്യം, എൻഹാൻസസ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ്. നമ്മുടെ തീരുമാനങ്ങൾ എടുക്കൽ അല്പം കൂടെ മികച്ചതാക്കാൻ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ആനുവൽ ബിസിനസ് പ്ലാൻ നമ്മളെ സഹായിക്കും. കാരണം ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചലഞ്ചസ് നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണം അത് ഡിസൈഡ് ചെയ്യാനും പറ്റും. ആറാമത്തെ കാര്യം, ഇൻക്രീസസ് അക്കൗണ്ടബിലിറ്റി. ഉത്തരവാദിത്ത ബോധം നമ്മളിലെല്ലാം കൂടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്രയും ലക്ഷ്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പോയാൽ പോരാ, നമ്മൾ വേണ്ട മാറ്റങ്ങൾ ഉൾക്കൊള്ളണം, വേണ്ട ആളുകളെ കൂടെ കൊണ്ടുവരണം, വേണ്ട രീതിയിൽ ടെക്നോളജി യൂസ് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഉത്തരവാദിത്വം അല്പം കൂടെ കൂടും. അപ്പോൾ ഇതൊക്കെ പ്രധാന ഗുണങ്ങളാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, ആനുവൽ ബിസിനസ് പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിൽ നിർബന്ധമായിട്ടും ഒരു 10 കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തണം. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇനി ആഡ് ചെയ്യാം, എന്നാലും മിനിമം വേണ്ട 10 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, സ്ട്രാറ്റജിക് ഗോൾസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്ത്രപരമായിട്ട് നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മുടെ കമ്പനിയിൽ നമ്മൾ ഈ വർഷം ഏതൊക്കെ പുതിയ പ്രൊഡക്ട്സ് കൊണ്ടുവരും, അല്ലെങ്കിൽ എന്തൊക്കെ പുതിയ സർവീസസ് ആഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പുതിയ ലൊക്കേഷനിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കുന്നുണ്ടോ, പുതിയ ബ്രാഞ്ച് ഇടുന്നുണ്ടോ, പുതിയ ഫാക്ടറി സെറ്റ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ സ്ട്രാറ്റജിക്കലായിട്ട് മാനേജ്മെൻറ്റ് തീരുമാനിക്കേണ്ട കാര്യം. ഇങ്ങനത്തെ ഗോൾസാണ് ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. 2, ഒരു ഫൈനാൻഷ്യൽ പ്ലാൻ അതിലുണ്ടായിരിക്കണം. കാരണം എന്തൊക്കെ ഫിനാൻഷ്യൽ റിസോഴ്സസ് വേണം ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് പ്ലാനിലേക്ക് എത്തിച്ചേരാൻ
ചെയ്യാനായിട്ട്. കാരണം റവന്യൂ ബഡ്ജറ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെൻസുകളെ പറ്റിയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാവണം, വർക്കിംഗ് ക്യാപിറ്റൽ സോഴ്സിങ്ങിനെ പറ്റിയുള്ള പ്ലാൻ ഉണ്ടാവണം. അപ്പോൾ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ABPയിൽ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ കാര്യം മാർക്കറ്റിംഗ് പ്ലാൻ. കാരണം ആത്യന്തികമായിട്ട് ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളൊരു പുതിയ വർഷത്തെ സമീപിക്കുമ്പോൾ ആരെയാണ് നമ്മൾ പുതിയതായിട്ട് ലക്ഷ്യം വെക്കുന്നത്, ഏത് ടാർഗറ്റ് മാർക്കറ്റിനെയാണ് ഫോക്കസ് ചെയ്യണത്, എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നത്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും, ഡിജിറ്റൽ വഴിയുള്ള പ്രൊമോഷൻസ് ഉണ്ടാവും. നമ്മുടെ സ്ഥാപനത്തെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസായ നമ്മുടെ മുമ്പിലേക്ക് കസ്റ്റമർ ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആൾക്കാരിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് എത്തിച്ചേരാൻ സാധിക്കുന്നത്, അതിനെന്ത് സ്ട്രാറ്റജികൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ മാർക്കറ്റിംഗ് പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഇതിൽ കൊണ്ടുവരണം. നാലാമത്തെ കാര്യം ഓപ്പറേഷൻ പ്ലാൻ തീർച്ചയായിട്ടും ABPയിൽ ഉണ്ടാവണം. ABP മീൻസ് ആനുവൽ ബിസിനസ് പ്ലാൻ. അതിൽ ഓപ്പറേഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ ഓപ്പറേഷൻസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിന് എന്തൊക്കെ സംവിധാനങ്ങൾ ഒരുക്കണം, അത് അതിലുണ്ടായിരിക്കുക. അഞ്ചാമത്തെ കാര്യം ഹ്യൂമൻ റിസോഴ്സ് പ്ലാനാണ്. നമുക്ക് മനുഷ്യ വിഭവശേഷി എന്ന് പറയുന്ന ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ പല പോയിന്റിലും ഉണ്ടെങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റാഫിംഗ് നീഡ്സും സ്റ്റാഫ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടുത്ത വർഷത്തെ പ്ലാൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിൽ ഉണ്ടാവണം. ആറാമത്തെ കാര്യം റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാനാണ്. കാരണം ബിസിനസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പലപ്പോഴും പല റിസ്ക്കുകൾ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നതുണ്ട്. ഇത് കറക്റ്റായിട്ട് കണ്ടെത്താനും സാധിക്കുക, അതിനെ അതിജീവിക്കാനുള്ള സ്ട്രാറ്റജികൾ നമ്മളതിൽ കൊണ്ടുവരണം. ഏഴാമത്തെ കാര്യം ടെക്നോളജി പ്ലാൻ. കാരണം ടെക്നോളജിയുടെ അതിപ്രസരമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ബിസിനസ് ചെയ്യണത്. ഏതൊക്കെ പോയിന്റിൽ ടെക്നോളജി നമ്മുടെ ബിസിനസ്സിൽ ഉപയോഗിക്കാം, അത് ചിലപ്പോൾ ഇൻറ്റേർണലി ബിസിനസ്സിൻ്റെ അകത്ത് നടക്കുന്ന പർച്ചേസ് പ്രോസസ്സോ സ്റ്റോക്ക് മാനേജ്മെൻറ്റ് പ്രോസസ്സോ പ്രൊഡക്ഷൻ പ്രോസസ്സോ HR പ്രോസസ്സിലോ ഒക്കെ ആയിരിക്കാം. ചിലപ്പോൾ ഔട്ട്സൈഡ് നടക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലത്തെ ആക്ടിവിറ്റീസോ കസ്റ്റമറുമായിട്ട് കണക്ട് ചെയ്യുന്നതിലോ ഫീഡ്ബാക്ക് എടുക്കുന്നതിലോ പല പോയിന്റുകളിൽ നമുക്ക് ടെക്നോളജി യൂസ് ചെയ്യാം. ഈവൻ ഓൺലൈൻ റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിലായിരിക്കാം. അപ്പോൾ ടെക്നോളജി പ്ലാൻ കൊണ്ടുവരിക. എട്ടാമത്തെ കാര്യം ക്വാളിറ്റി അഷുറൻസ് പ്ലാൻ. നമ്മൾ ചെയ്യുന്ന സർവീസിലോ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റിലാവട്ടെ നമ്മുടെ കമ്പനിയിലുടനീളം സർവീസ് ക്വാളിറ്റി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ക്വാളിറ്റി ഒക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പ്ലാനിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ദെൻ റെഗുലേറ്ററി കംപ്ലയിൻസ് പ്ലാൻ ഉൾക്കൊള്ളിക്കുക. കാരണം സ്റ്റാറ്റുട്ടറി നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് പോകുന്നത്. നമ്മുടെ നാട്ടിലെ നിയമ സാധ്യതകളൊക്കെ കറക്റ്റായിട്ട് ക്ലീനായിട്ട് തന്നെ നമ്മുടെ ബിസിനസ്സിൽ അവലംബിച്ച് പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് ഈ പ്ലാൻ സഹായിക്കും. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കണ്ടിജൻസി പ്ലാൻ. കാരണം ബിസിനസ്സിൽ അല്പം മുമ്പ് ഞാൻ പറഞ്ഞ പോലെ റിസ്ക്കുകളുണ്ട്. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റുകൾ സംഭവിച്ചു എന്ന് വരാം. ഓരോ വർഷങ്ങളും നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കാണാം, പ്രളയത്തിൻ്റെ രൂപത്തിൽ, നോട്ട് നിരോധനത്തിൻ്റെ രൂപത്തിൽ, GSTയുടെ രൂപത്തിൽ, ഇപ്പോൾ കോവിഡിൻ്റെ രൂപത്തിൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ഇവൻറ്റുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും വന്നു പോയാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു B പ്ലാനും കൂടെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ആധികാരികത ഉണ്ടാവും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആനുവൽ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് തയ്യാറാക്കുമ്പോൾ നമ്മൾ കാണാതെ പോകാൻ ചാൻസുള്ള, ചിന്തിക്കാതിരിക്കാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരികയും അല്പം കൂടെ ക്ലാരിറ്റിയോടുകൂടി കോൺഫിഡൻസോടുകൂടി നമ്മുടെ ബിസിനസ്സിനെ സമീപിക്കാനും നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതിപ്പോൾ നമ്മുടെ സപ്ലയർ ആവട്ടെ, നമ്മുടെ എംപ്ലോയീസ് ആവട്ടെ, കസ്റ്റമേഴ്സ് ആവട്ടെ, മാനേജ്മെൻറ്റ് ടീമാവട്ടെ, എല്ലാവരും ഒരേ ക്ലാരിറ്റിയോടുകൂടി എല്ലാവരോടും ഇന്നതാണ് നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യം, ഇന്നതിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ഒരു വ്യക്തമായ ക്ലാരിറ്റി കൊടുത്തു പോകാൻ പറ്റും. ഈവൻ ചില കമ്പനികളിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും, അവർക്കാണെങ്കിൽ ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റി കിട്ടും എന്തിലേക്കാണ് നമ്മുടെ ബിസിനസ് പോകുന്നത്, എന്ത് ലക്ഷ്യത്തിലാണ് പോകുന്നത്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പണം എത്രത്തോളം ഭംഗിയായിട്ടാണ് അവർ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്, എത്രത്തോളം റിട്ടേൺ കിട്ടും. ഇതൊക്കെ എല്ലാ ആളുകളെയും സാറ്റിസ്ഫൈ ചെയ്യിക്കാനും നമുക്കൊരു വ്യക്തമായ ക്ലാരിറ്റി കിട്ടാനും സഹായിക്കുന്ന ഡോക്യുമെൻ്റാണ് ആനുവൽ ബിസിനസ് പ്ലാൻ. അപ്പോൾ ആനുവൽ ബിസിനസ് പ്ലാൻ ഡെവലപ്പ് ചെയ്താൽ നമ്മുടെ പ്രസ്ഥാനത്തിനുണ്ടാകുന്ന നേട്ടങ്ങളെ പറ്റിയും അതിൽ ഉൾക്കൊള്ളിക്കേണ്ട പോയിന്റുകളെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഇനി നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, നിർബന്ധമായിട്ടും നമ്മളൊരു ആനുവൽ ബിസിനസ് പ്ലാൻ തയ്യാറാക്കണം. അത് തീർച്ചയായിട്ടും ലഭിക്കുന്ന ഗുണങ്ങൾ ഇത്രയുള്ള സ്ഥിതിക്ക് നമ്മളതിനെ ലൈറ്റായിട്ട് കാണരുത്. പിന്നെ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്റ്റേണൽ സപ്പോർട്ടുകൾ ആവശ്യമായിരിക്കും. ഞങ്ങളുടെയൊക്കെ പോലുള്ള മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിൻ്റെ ഒക്കെ സപ്പോർട്ട് അതിലെടുക്കാം. പക്ഷേ ആനുവൽ ബിസിനസ് പ്ലാൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നല്ലൊരു പ്രയത്നം ഉണ്ടാവട്ടെ. വരുന്ന ഫിനാൻഷ്യൽ ഇയർ എല്ലാവർക്കും അതിശക്തമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാവട്ടെ. താങ്ക് യു.